students, welcome to Varanda's YouTube class. അപ്പോൾ എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജനുവരിൻ്റെ 8 to 14 ജനുവരി സെക്കൻഡ് വീക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ SSC, ബാങ്ക്, PSCയുമായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ എന്ത് ചെയ്യുക, ചോദിക്കുക. എക്സ്പേർട്സ് എന്ത് ചെയ്യും, നിങ്ങളുടെ ഡൗട്ട്സിന് മറുപടിയായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ, ഇന്ത്യസ് ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം ഹാസ് ബീൻ ഇനാഗുറേറ്റഡ് ഇൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം എവിടെയാണ് വന്നിരിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ നോക്കേ, 4 ഓപ്ഷൻസ് ആണുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊക്കെയാന്ന് നോക്കേ. 1 ഭുവനേശ്വർ ആണ്, 2 ക്യൂടെക് ആണ്, റൂർക്കേല, ബാലസൂർ. നിങ്ങൾ ആയിരുന്നെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ഓക്കെ, എവിടെയാണ് വന്നിരിക്കുന്നത്? റൂർക്കേലാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം എവിടെ വരുന്നത്? റൂർക്കേല. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരാഴ്ചത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ഒന്ന് നോക്കാം. നമുക്ക് NRA ഡേ 2023 അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ്? ജനുവരി 9th ആണ്. പ്രവാസി ഭാരതീയ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് Jan 9 ആണ്. വേൾഡ് ഹിന്ദി ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? Jan 10 നമ്മൾ വേൾഡ് ഹിന്ദി ഡേ എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് ഡേ നമ്മൾ എന്നാ ആഘോഷിക്കുന്നത്? 11th ജനുവരിയിലാണ് നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. നാഷണൽ റോഡ് സേഫ്റ്റി വീക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജനുവരി 11 മുതൽ 17 വരെയാണ്. എല്ലാ വർഷവും നാഷണൽ റോഡ് സേഫ്റ്റി വീക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, നാഷണൽ യൂത്ത് ഡേ 2023. നാഷണൽ യൂത്ത് ഡേ 2023 നമ്മൾ ആഘോഷിക്കുന്നത് 12th ജനുവരി 2023. അപ്പോൾ ഈ ആഴ്ചത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ. നോർത്ത് ഈസ്റ്റേൺ കൾച്ചറൽ ഫെസ്റ്റിവൽ ഒക്ടേവ് 2023 ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ഇൻ. നോർത്ത് ഈസ്റ്റേൺ കൾച്ചറൽ ഫെസ്റ്റിവൽ ഒക്ടേവ് 2023 ഏത് സ്റ്റേറ്റ് ആണ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. തമിഴ്നാടു, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. നിങ്ങൾ ആരെങ്കിലും ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുന്ന ആൻസർ കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എവിടെ വന്നിരിക്കുന്നത്? തമിഴ്നാടുവിലാണ്. തമിഴ്നാടു ആണ് നോർത്ത് ഈസ്റ്റേൺ കൾച്ചറൽ ഫെസ്റ്റിവൽ ഒക്ടേവ് 2023 ഓർഗനൈസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് ഈ ആഴ്ചത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. നോക്കിയേ, യുണൈറ്റഡ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ എന്ത് ചെയ്തു? ഫോമർ ലോസ് ഏഞ്ചൽസ് മേയർ ആയിട്ടുള്ള മിസ്റ്റർ എറിക് ഗ്രസിത്തിനെ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടു ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ട് സെലക്ട് ചെയ്തു. അപ്പോയിൻമെൻ്റ് ആണ്. നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടു ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ആരെയാണ്? എറിക് ഗ്രസിത്തിനെയാണ്. എറിക് ഗ്രസിത്തി. അടുത്ത് നോക്കിയേ, പ്രസന്നകുമാർ മൊട്ടുപ്പള്ളിനെ നമ്മുടെ എന്തിൻ്റെ നോക്കിയേ, സ്റ്റേറ്റ് റൺ NLC ഇന്ത്യ ലിമിറ്റഡിൻ്റെ നവരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് മിനിസ്ട്രി ഓഫ് കോളിൻ്റെ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. പ്രസന്നകുമാർ മൊട്ടുപ്പള്ളിനെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് NLC ഇന്ത്യ ലിമിറ്റഡ് ആയിട്ട് സെലക്ട് ചെയ്തു. NLC ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ ആയിട്ട് വന്നേക്കുന്ന ആരാണ്? പ്രസന്നകുമാർ മൊട്ടുപ്പള്ളി. വേറെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. അടുത്തൊക്കെ, ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ഓഫ് ഇന്ത്യൻ ആർമീസ് ആൻഡ് ഫയർ ആൻഡ് ഫ്യൂറി കോപ്സ് ആണ് ഫസ്റ്റ് വിമൺ ഓഫീസർ. ശ്രദ്ധിച്ചേ, ഫസ്റ്റ് വിമൺ ഓഫീസർ ഗെറ്റ് ഓപ്പറേഷണലി ഡെപ്ലോയിഡ് അറ്റ് ദ വേൾഡ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് സിയാച്ചിൻ ഗ്ലേസിയർ. നമ്മുടെ സിയാച്ചിൻ ഗ്ലേസിയറിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് എന്ത് ചെയ്തേക്കുന്ന വുമൺ ഓഫീസർ ആണ് ആരെന്ന് പറയുന്നത്? ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത അപ്പോയിൻമെൻറ്റ് നോക്കിയേ, ആർഎസ്ഒദിനെ നമ്മൾ ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഓക്കെ, ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് ഡയറി ബ്രാൻഡ് അമൂലിൻ്റെ നോക്കിയേ, അതിൽ മാനേജിംഗ് ഡയറക്ടറാണ് ആരെന്ന് പറയുന്നത്? RS സോദി. നമുക്കറിയാം അമൂലിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറാണ് RS സോദി. അടുത്ത് നോക്കിയേ, തെലങ്കാന ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ K ചന്ദ്രശേഖര റാവു. K ചന്ദ്രശേഖർ റാവുവിനെ എന്തായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS ഓഫീസർ ശാന്തികുമാരി എസ് ദി ഫസ്റ്റ് വുമൺ ചീഫ് സെക്രട്ടറി ഓഫ് തെലങ്കാന ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ചന്ദ്രശേഖർ റാവു എന്ത് ചെയ്തു? ശാന്തികുമാരിനെ അവിടുത്തെ ഫസ്റ്റ് വുമൺ ചീഫ് സെക്രട്ടറി ഓഫ് തെലങ്കാനയായിട്ട് അപ്പോയിന്റ് ചെയ്തു. അടുത്ത് നോക്കിയേ, പ്രീമിയർ ഗോൾ ന്യൂട്രീഷൻ കമ്പനി ആയിട്ടുള്ള ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ത് ചെയ്തു? അവരുടെ ഈ പാർട്ട്ണറിങ്, ഒരു പുതിയ പാർട്ട്ണർ
പാർട്ട്ണറിൻ്റെ പേരാണ് ഇൻ്റർനാഷണൽ വിമൻസ് ക്രിക്കറ്റർ സ്മൃതി മന്ദാന അസ്തി ആരായിട്ട് വന്നിരിക്കുന്നത് ന്യൂട്രീഷൻ സ്പോൺസർ അവരുടെ പ്രീമിയർ ഗ്ലോബൽ ന്യൂട്രീഷൻ കമ്പനി ആയിട്ടുള്ള ഹെർബ ലൈഫിൻ്റെ പുതിയ ന്യൂട്രീഷൻ സ്പോൺസറാണ് ആരെന്ന് വിളിക്കുന്നത് നമ്മുടെ സ്മൃതി മന്ദാന. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളുമാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. പർപ്പിൾ ഫെസ്റ്റ് ഇന്ത്യാസ് ഫസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് ഇൻക്ലൂഷൻ ഹാസ് ബീൻ ഇനാഗുറേറ്റഡ് ഇൻ. ഓക്കെ, പർപ്പിൾ ഫെസ്റ്റ് ഏത് സ്റ്റേറ്റിലാണ്? നേരത്തെ നമ്മളൊരു ഫെസ്റ്റിവൽ പറഞ്ഞു. ഇപ്പോൾ പർപ്പിൾ ഫെസ്റ്റ് കേരള, ഗോവ, കർണാടക, മഹാരാഷ്ട്ര. നിങ്ങൾ ആരെങ്കിലും ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്ത് നോക്കുക? ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എവിടെ പർപ്പിൾ ഫെസ്റ്റ് നടന്നത്? ഗോവയിലാണ് നടന്നിരിക്കുന്നത്. ഗോവയിലാണ് പർപ്പിൾ ഫെസ്റ്റ് ആദ്യമായിട്ട് നടക്കുന്നത്. ഇന്ത്യയുടെ ഫസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് എന്നൊക്കെ ഇൻക്ലൂഷൻ നടക്കുന്നത് എവിടെയാണ്? പർപ്പിൾ ഫെസ്റ്റ് നടക്കുന്നത് ഗോവയിലാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അടുത്ത് നോക്കിയേ, മിനിസ്ട്രി ഓഫ് കൾച്ചർ ഇൻ ദ ലേറ്റസ്റ്റ് സബ്മിഷൻ അറ്റ് ദ പാർലമെൻറ്റ് റിവീൽഡ് ദാറ്റ് as many as 50 സെൻട്രലി പ്രൊട്ടക്റ്റഡ് മൊനുമെൻറ്റ്സ്. നോക്കേ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അൺട്രേസബിൾ ഓർ മിസ്സിംഗ് ലിസ്റ്റിൽ നമ്മുടെ എന്ത് കിടപ്പുണ്ട്? ഇന്ത്യയുടെ 50ഓളം സെൻട്രലി പ്രൊട്ടക്റ്റഡ് മൊനുമെൻറ്റ്സ് എവിടെ കിടക്കുക? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അൺട്രേസബിൾ അല്ലെങ്കിൽ മിസ്സിംഗ് ലിസ്റ്റിൽ കിടപ്പുണ്ട്. റീസെൻ്റ് ആയിട്ട് ന്യൂസിൽ വന്നതാണ്. ഓക്കെ, മേഘാലയയിലെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആയിട്ടുള്ള നമ്മുടെ നരേന്ദ്ര സിംഗ് തോമാർ എന്ത് ചെയ്തു? മേഘാലയയിലെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചറിലെ നമ്മുടെ ആരാ? നരേന്ദ്ര സിംഗ് തോമാർ എന്ത് ചെയ്തു? പുതുതായിട്ട് എന്തോ ഒരു കാര്യം ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ, ഇനാഗ്രേറ്റഡ് എ 3-day നോർത്ത് ഈസ്റ്റ് കൃഷി കുംഭമേള 2023. 3-day ഫെസ്റ്റിവൽ നോർത്ത് ഈസ്റ്റ് കൃഷി കുംഭമേള 2023 ഏത് സ്റ്റേറ്റിലാണ് നടക്കുന്നത്? മേഘാലയയിൽ. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്ര സിംഗ് തോമാർ. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ 49th ഐക്യ റിസർച്ച് കോംപ്ലക്സിൻ്റെ 49th ഫൗണ്ടേഷൻ ഡേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ 3-day ഫെസ്റ്റിവൽ അവിടെ നടക്കുന്നത്. അടുത്ത നോക്കിയേ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 17th പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ എവിടെ ഉദ്ഘാടനം ചെയ്തു? മധ്യപ്രദേശ് ഇൻഡോറിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം പ്രവാസി ഭാരതീയ ദിവസ് January 9 അല്ലേ? അപ്പോൾ 7th പ്രവാസി ഭാരതീയ കൺവെൻഷൻ നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന നരേന്ദ്രമോദിയാണ്. എവിടെ നടക്കുന്നത്? മധ്യപ്രദേശ് ഇൻഡോറിലാണ് നടക്കുന്നത്. അടുത്ത നോക്കിയേ, പ്രസിഡന്റ് ദ്രൗപദി മുർമു. അടുത്ത നോക്കിയേ, പ്രസിഡന്റ് ദ്രൗപദി മുർമു എന്ത് ചെയ്തു? വിർച്വലി ലെയ്ഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ സ്റ്റേറ്റ് ഓൺഡ് എനർജി ഫെയിം. ഏതാ നോക്കിയേ? SGVN's 1000 MV ബിക്കനീർ സോളാർ പവർ പ്രോജക്റ്റ്. ഏത് സ്റ്റേറ്റിലാ? ജയ്പൂരിലാണ് വന്നേക്കുന്നത്. ഉദ്ഘാടനം ചെയ്തത് ആരാ? നമ്മുടെ ദ്രൗപദി മുർമു ആണ് അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. അടുത്ത നോക്കിയേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് ആരുമായിട്ട് പാർട്ട്ണർ ചെയ്തു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ യൂണിറ്റ് എവിടെ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്? സ്പേഷ്യൽ ഡേറ്റ ഇൻഫ്രാസ്ട്രക്ചർ ജിയോ പോർട്ടൽ ജിയോ ലഡാക്ക് ഫോർ യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കിന് വേണ്ടി ഫോം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ലഡാക്കും അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങും ചേർന്നിട്ടാണ് ISROൻ്റെ ഒരു യൂണിറ്റ് എവിടെ കൊണ്ടുവരുന്നത്? ലഡാക്കിൽ കൊണ്ടുവരുന്നത്. അടുത്ത നോക്കിയേ, യുണൈറ്റഡ് സ്റ്റേറ്റ് എയർഫോഴ്സ് അൺഅവെയിൽഡ് ഇറ്റ്സ് ലേറ്റസ്റ്റ് ഹൈടെക് സ്ട്രാറ്റജി ബോംബർ. അതിൻ്റെ പേര് നോക്കിയേ, B-21 ഡ്രൈവർ. US-ൻ്റെ പുതിയ ബോംബറാണ് B-21 റൈഡർ. വേൾഡ്സ് ഫസ്റ്റ് 6th ജനറേഷൻ എയർക്രാഫ്റ്റ് ക്യാൻ ക്യാരി കൺവെൻഷണൽ ആൻഡ് ന്യൂക്ലിയർ പേലോഡ്സ്. അതിൻ്റെ പ്രത്യേകത കണ്ടോ? വേൾഡ്സ് ഫസ്റ്റ് 6th ജനറേഷൻ എയർക്രാഫ്റ്റ് ദാറ്റ് ക്യാൻ ക്യാരി കൺവെൻഷണൽ ആൻഡ് ന്യൂക്ലിയർ പേലോഡ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പേരെന്താ ബോംബറിൻ്റെ? B-21 റൈഡർ. അടുത്ത നോക്കിയേ, ചൈന CRCC കോർപ്പറേഷൻ ലിമിറ്റഡ് ഏഷ്യയുടെ ഫസ്റ്റ് ഹൈഡ്രജൻ അർബൻ ട്രെയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏഷ്യാസ് ഫസ്റ്റ് അർബൻ ഹൈഡ്രജൻ ട്രെയിൻ എവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത നോക്കിയേ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO സോഷ്യൽ ആൽഫ സൈൻ്റെ MOU. ISROയും സോഷ്യൽ ആൽഫയും കൂടെ ചേർന്നിട്ടൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ടു ലോഞ്ച് ദ സ്പേസ് ടെക് ഇന്നവേഷൻ നെറ്റ്വർക്ക്. സ്പേസ് ടെക് ഇന്നവേഷൻ നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോം ഫോർ ഇന്നവേഷൻസ് ഓഫ്
ക്യൂറേഷൻ ആൻഡ് വെഞ്ചർ ഡെവലപ്മെൻറ്റ് ഫോർ ദി സ്പേസ് എൻ്റർപ്രിനൽ എക്കോസിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ആദ്യമായിട്ട് ഇന്ത്യയുടെ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോം ഫോർ എൻ്റർപ്രിനൽ എക്കോസിസ്റ്റത്തിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നതാണ് ഏതാ? ഇത് സ്പേസ് ടെക് ഇന്നൊവേഷൻ നെറ്റ്വർക്ക്. അത് ആരൊക്കെ തമ്മിലാണ് വരുന്നതെന്ന് വെച്ചാൽ ISROയും അതുപോലെ നമ്മുടെ സോഷ്യൽ ആൽഫയും കൂടെ ചേർന്നിട്ടാണ് MOU സൈൻ ചെയ്തേക്കുന്നത്. അടുത്ത നോക്കി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് 3-day നോർത്ത് കൃഷി കുംഭമേള. ഇപ്പോൾ നമ്മൾ ന്യൂസിൽ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. ന്യൂസ് കണ്ടവർക്കറിയാം. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്ത് നോക്കിക്കേ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് 3-day നോർത്ത് ഈസ്റ്റ് കൃഷി കുംഭമേള 2023 ഹാസ് ബീൻ ഇനാഗുറേറ്റഡ് ഇൻ ത്രിപുര, നാഗാലാൻഡ്, മിസോറാം, മേഘാലയ. ക്ലാസ് കണ്ടവർക്കറിയാം. ഒന്ന് ആൻസർ ചെയ്ത് നോക്കിക്കേ. ഓക്കെ, എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. അങ്ങനെയാണെങ്കിലും നമ്മൾ ആൻസർ ചെയ്തായിരുന്നു മേഘാലയ. ആരാ ഉദ്ഘാടനം ചെയ്തേ? നരേന്ദ്രസിംഗ് തോമാറാണ് ഉദ്ഘാടനം ചെയ്തത്. നോക്കേ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടഡ് എക്കണോമിസ്റ്റ് ആൻഡ് പോപ്പുലർ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള സഞ്ജീവ് സെയിൽവ്യാലിൻ്റെ പുതിയ ബുക്കാണ് റെവല്യൂഷൻ ഈസ് ദ അതർ സ്റ്റോറി ഓഫ് ഹൗ ഇന്ത്യ വോൺ ഇസ് ഫ്രീഡം. നോക്കേ, സഞ്ജീവ് സെയ്യാലിൻ്റെ പുതിയ ബുക്കാണ് റെവല്യൂഷണറീസ് ദ അതർ സ്റ്റോറി ഓഫ് ഹൗ ഇന്ത്യ വോൺ ഇസ് ഫ്രീഡം. പുതുതായിട്ട് റിലീസ് ചെയ്ത ബുക്കാണ്. അടുത്ത് നോക്കിയേ, പാർലമെൻറ്റേറിയനും ഓതറും ആയിട്ടുള്ള നമ്മുടെ ശശി തരൂരിൻ്റെ ലേറ്റസ്റ്റ് ബുക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ എക്സാമിനേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓതറാണ് ശശി തരൂർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കും സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. ഓക്കെ അല്ലേ? നമ്മുടെ ശശി തരൂരിൻ്റെ ലേറ്റസ്റ്റ് ബുക്കാണ് എന്ന് വിളിക്കുന്നത് അംബേദ്കർ എ ലൈഫ് വാസ് റീസെൻ്റ്ലി ലോഞ്ച്ഡ് അറ്റ് ദ കിതാബ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അംബേദ്കർ എ ലൈഫ് വാസ് റീസെൻ്റ്ലി ലോഞ്ച്ഡ് അറ്റ് കിതാബ് കൊൽക്കത്ത. ഇവൻ്റ് ഓർഗനൈസ്ഡ് ബൈ പ്രഭാ കൈത്തൻ അല്ലെങ്കിൽ പ്രഭാ കൈത്തൻ ഫൗണ്ടേഷൻ കൊണ്ടുവന്ന പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്തത്. അത്രയൊന്നും പോകണ്ട. ശശി തരൂരിൻ്റെ പുതിയ ബുക്ക് പേര് പഠിച്ച് വെച്ചേക്കുക. അടുത്തൊക്കെ ദ ബുക്ക് ജദുനാമ ഓർഡർ ചെയ്തേക്കുന്ന ആരാന്ന് ചോദിക്കേ? അരവിന്ദ് മണ്ടോലെ. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ പുതിയൊരു പോയട്രി ബുക്കാണ്. അരവിന്ദ് മണ്ടോലയുടെ എന്താണ്? ജദുനാമ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ വീക്കിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ബുക്സ് ആൻഡ് ഓതേഴ്സാണ് നമ്മളിപ്പോൾ നോക്കിയത്. അടുത്ത നോക്കിയേ, നമുക്ക് കുറച്ച് ഒബീച്വറീസും കാര്യങ്ങളും നോക്കാം. വെറ്ററൻ സിനോളജിസ്റ്റ് ആയിട്ടുള്ള ജാനകി ബെല്ല എന്ത് ചെയ്തു? ഈ അടുത്തിടയ്ക്ക് മരിച്ചുപോയി. അടുത്ത നോക്കിയേ, നോട്ടഡ് രവീന്ദ്ര സംഗീത എക്സ്പോണൻ്റ് സുമിത്ര സെൻ. അപ്പോൾ ഇദ്ദേഹത്തിന് വല്ല അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. സുമിത്ര സെൻ എന്തുമായിട്ട് വെച്ചേക്കുക? ഈസ് എ എക്സ്പോണൻ്റ് ആണ്, സംഗീത എക്സ്പോണൻ്റ് ആണ് സുമിത്ര സെൻ. അടുത്ത ഫോർമർ ചെയർപേഴ്സൺ ഓഫ് പെപ്സിക്കോ ഇന്ത്യ ആൻഡ് സൗത്ത് ഏഷ്യ PM സിൻഹ. ഈ അടുത്തിടയ്ക്ക് എന്ത് ചെയ്യും? അദ്ദേഹം മരിച്ചുപോയി. 3 ടൈം സ്പീക്കർ, ഇമ്പോർട്ടൻ്റ് ആണ്. UPൻ്റെ 3 തവണ സ്പീക്കറായിരുന്ന, അതുപോലെ വെസ്റ്റ് ബംഗാളിൻ്റെ ഫോർമർ ഗവർണറായിരുന്ന കേശരിനാഥ് ത്രിപാഠി ഈ അടുത്തിടയ്ക്ക് മരിച്ചുപോയി. അടുത്ത നോക്കിയേ, ദ ഫാദർ ഓഫ് ലാപ്പറോസ്കോപ്പിക് സർജറി ഇൻ ഇന്ത്യയുടെ ലാപ്പറോസ്കോപ്പിക് സർജറിൻ്റെ ഫാദറായിരുന്ന ഡോക്ടർ ടെഹ്മത്തൻ ഉദ്വാദിയ ഈ അടുത്തിടയ്ക്ക് എന്ത് ചെയ്തു? മരിച്ചുപോയി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്യൂച്വറീസ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നോക്കിയത് അപ്പോയിൻമെൻ്റ് ആണ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് കുറച്ച് സ്കീംസ്, പിന്നെ ഒബീച്വറീസ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, മറ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്തിട്ട് ക്ലാസ്സിൽ എന്തെങ്കിലും സജഷൻസും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും എന്താണ് എക്സാംസിന് വേണ്ടി ഓൾ ദി ബെസ്റ്റ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. താങ്ക്